വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈ സഹായവുമായി എസ് ചേഞ്ച് മേക്കേഴ്സ്. ചേഞ്ച് മേക്കേഴ്സ് ഫൗണ്ടേഷനും ഗുഡ് ഡീഡ്സ് ഡേയും സംയുക്തമായിട്ടാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായി രംഗത്ത് വന്നിട്ടുള്ളത്. പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉൽപ്പന്നങ്ങളും കുട്ടികൾക്ക് ആവശ്യമായ ബാഗും കുടയും പഠനോപകരണങ്ങളും സംഘടനയുടെ നേതൃത്വത്തിൽ സമാഹരിച്ചു. 100 കുടുംബങ്ങൾക്കുള്ള കിറ്റാണ് വയനാട്ടിൽ ഈ സംഘടന വിതരണം ചെയ്യുന്നത്. കേരള സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ വിവേക് ശശിധരൻ, ചേർത്തല കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KC ആന്റണി, ചേർത്തല നഗരസഭ 31-ാം വാർഡ് കൗൺസിലർ KP പ്രകാശൻ, സന്തോഷ് സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാടിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ദുരന്തം വിതച്ചതിന് ശേഷമാണ് പ്രകൃതി മടങ്ങിപ്പോയത്. കുട്ടികളുടെ ഇല്ലാത്ത നിരവധി ആളുകൾ ശേഷിക്കുകയാണ്. വീടുകൾ നഷ്ടപ്പെട്ടവർ, ഭൂമി നഷ്ടപ്പെട്ടവർ, എന്തിനു വേണ്ട താമസത്തിനുള്ള യാതൊരു സ്ഥലവും ഇല്ലാതെ നിരാലംബരായ ജനങ്ങൾ വയനാട്ടിൽ നിൽക്കുന്നു. സർക്കാരും സാമൂഹിക സംഘടനകളും പ്രതിബദ്ധതയുള്ള ജനങ്ങളും എല്ലാം ഒട്ടേറെ സഹായങ്ങൾ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായ പോലെ തന്നെയാണ് നമ്മുടെ SS ഫൗണ്ടേഷനും നെഹ്റു യുവകേന്ദ്രവും ഗുഡ്സ് ഡീഡ് ഡേ എന്ന് പറയുന്ന സംഘടനയും സംയുക്തമായി ഒരു ഓണസമ്മാനം കൊടുക്കണം എന്ന്, വയനാട്ടിലെ സാധാരണക്കാർക്ക് ഒരു ഓണസമ്മാനം കൊടുക്കണം എന്നതിൻ്റെ ആശയം അവരിൽ നിന്ന് ഉദയം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കുള്ള ബാഗുകൾ, പഠനോപകരണങ്ങൾ, അതുപോലെ പ്രായമായവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട്ടിലേക്ക് താമസിക്കുമ്പോൾ കിട്ടേണ്ട വീട്ടുപകരണങ്ങൾ, പ്രായമായവർക്കുള്ള ഒട്ടേറെ ഉപകരണങ്ങൾ, പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെ, എയർബഡ് ഉൾപ്പെടെ പ്രായമായ ആൾക്കുള്ള ഉപകരണങ്ങൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കണം, ഓണ സമ്മാനമായി എത്തിച്ചു കൊടുക്കണം എന്നതിൻ്റെ ആശയം ഉണ്ടായതുകൊണ്ടാണ് ഈ ഓണ ദിനത്തിൽ, ഏറ്റവും അവസാന ദിനം എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ 4-ാം ദിനത്തിൽ ഇവിടെ നിന്നും ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയല്ല, നേരെ ഓരോ വീടുകളിലും യഥാർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവിടെ ഓരോ വീടുകളിലും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇതിൻ്റെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്.